രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. വേദത്തിന്റെ അവതാരം രാമൻ ആരെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ അതാണ് ഈ വാൽമീകിയുടെ രാമായണം. വളരെ മനോഹരമായ സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്. ശ്രീരാമചന്ദ്രൻ അവതരിച്ചത് സൂര്യവംശത്തിലാണ് എന്ന് നമുക്കറിയാം. സൂര്യനിൽ നിന്ന് ഉണ്ടായതായ വംശം. ആ വംശത്തെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ആദരിക്കുന്ന ഇന്നേക്ക് 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന കാളിദാസൻ ഒരു മഹാകാവ്യം എഴുതി. അദ്ദേഹത്തിന്റെ 2 മഹാകാവ്യങ്ങളിൽ ഒന്നാണ് അത് രഘുവംശം. സൂര്യവംശത്തിന് രഘുവംശം എന്ന് പേരുണ്ട്, ഇക്ഷ്വാകുവംശം എന്ന് പേരുണ്ട്. അവരെല്ലാം രഘുവും ഇക്ഷ്വാകുവും ഒക്കെ ഈ സൂര്യവംശത്തിലെ അതിപ്രഗത്ഭന്മാരായിരിക്കുന്ന രാജാക്കന്മാരാണ്. ആ വംശത്തിന് വലിയൊരു സവിശേഷതയുണ്ട്. ആ വംശത്തിൽ പറയുന്ന രാജാക്കന്മാരെല്ലാവരും ധർമ്മത്തെ പരിപൂർണമായിട്ടും ഈ ലോകത്തിൽ നിലനിർത്തിയവരാണ്. എല്ലാവരെയും ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ നയിച്ചവരാണ്. അതുകൊണ്ടാണ് ആ വംശം കളങ്കമില്ലാത്ത വംശമാണ്. അതുകൊണ്ടാണ് സൂര്യവംശം എന്ന് പറഞ്ഞത്. സൂര്യന് യാതൊരു കളങ്കവുമില്ല. ഈ പ്രപഞ്ചത്തിൽ എവിടെ കളങ്കത്തിന്റെ ഒരു ലേശമെങ്കിലും ഉണ്ടെങ്കിലും സൂര്യരശ്മി അവിടെ ചെന്നിട്ട് അതിനെ പവിത്രീകരിക്കും. പവിത്രീകരണം സൂര്യന്റെ അത്യന്തം ശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മമാണ് എന്ന് മാത്രമല്ല, ലോകത്തെ പ്രകാശിപ്പിക്കുന്നു സൂര്യൻ. ഈ സൂര്യവംശത്തിൽ പിറന്ന രാജാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ആ വംശത്തിന്റെ പ്രത്യേകത ഏതാണ്? ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു, നാടുകളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു, എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. ഹൃദയത്തിൽ നിന്നിട്ട് അജ്ഞാനത്തിന്റെ തമസ്സിനെ നീക്കിയിട്ട് ജ്ഞാനത്തിന്റെ നിറസൂര്യനെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്കും അത് എത്തിക്കുന്നു. അതുകൊണ്ടാണ് അതിന് സൂര്യവംശം എന്ന് പറഞ്ഞത്. ആ വംശത്തിന്റെ മുഖ്യമായ കുടുംബം അത് അയോധ്യയാണ് ഭരിച്ചിരുന്നത്. അതിന് അനേകം ശാഖകളുണ്ട്. ഇന്ത്യയിലൊട്ടൊക്കെ അനേകം ശാഖകളുണ്ട്. അതെല്ലാം നമുക്ക് സംസ്കൃത സാഹിത്യത്തിൽ നിന്ന് ലഭിക്കും. സൂര്യവംശത്തിന്റെ ഒരു ശാഖ കപിലവസ്തുവിലുണ്ടായിരുന്നു. ആ കപിലവസ്തുവിലെ ശാഖയിലെ ശുദ്ധോദനൻ എന്നു പേരായ രാജാവിന് കൈവന്ന പുത്രനാണ് ലോകത്തെ മുഴുവൻ തന്റെ കാരുണ്യം കൊണ്ട് പ്രകാശിപ്പിച്ച ഭഗവാൻ ഗൗതമബുദ്ധൻ എന്ന സിദ്ധാർത്ഥൻ. സൂര്യവംശജനാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. സിദ്ധാർത്ഥന്റെ വാക്കുകൾ, ആ ബുദ്ധദേവന്റെ വാക്കുകൾ നമ്മെല്ലാം അനുഗ്രഹിക്കുന്നു. ബുദ്ധനെ ഭാരതം വിഷ്ണുവിന്റെ അവതാരമായിട്ട് ഭാഗവതാദി ഗ്രന്ഥങ്ങളിൽ വളരെ മഹനീയമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ജയദേവൻ പോലും ഗീതഗോവിന്ദത്തിൽ പാടും കേശവധൃത ബുദ്ധ ശരീര ജയ ജയദേവ ഹരേ എന്ന്. അങ്ങനെ ആ ഇക്ഷ്വാകുവംശം, സൂര്യവംശം, ആ സൂര്യവംശത്തെ വർണ്ണിക്കാൻ തുടങ്ങാണ് കാളിദാസൻ. നമുക്കറിയാം സരസ്വതിയുടെ അവതാരമാണ് കാളിദാസൻ എന്നാണ് നാം അദ്ദേഹത്തെ ആദരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു കോ സൂര്യപ്രഭവോ വംശ കൊചൽപ വിഷയാമതി എന്ന്. സൂര്യനിൽ നിന്നുണ്ടായ ഈ വംശമവിടെ, അത്ര കണ്ട മഹത്തമമായിരിക്കുന്ന വംശമവിടെ, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം പറയാൻ ശേഷിയുള്ള എന്റെ ബുദ്ധി എവിടെ? രണ്ടു തമ്മിൽ വലിയ അന്തരമുണ്ട്. ഞാൻ എങ്ങനെയാ ഇത്ര കണ്ട് മഹാത്മ്യമേറിയ സൂര്യവംശത്തെ വർണ്ണിക്കുക? ഇത് യഥാർത്ഥത്തില് ഒരു ചെറിയ വഞ്ചിയിൽ കയറിയിട്ട്, തുകലുകൊണ്ട് നിർമ്മിച്ച കൊച്ചു വഞ്ചിയിൽ കയറിയിട്ട് സമുദ്രം തരണം ചെയ്യാൻ ശ്രമിക്കുന്ന പോലുള്ള ഒരു ജോലിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എങ്കിലും എനിക്ക് ഈ വംശത്തെ വർണ്ണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഗുണഗണങ്ങൾ വന്ന് കാതിലൂടി
എന്റെ ബുദ്ധിയിലേക്ക് കയറിയിട്ട് എന്റെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്നു. തദ്ഗുണൈ കർണമാഗത്യ ചാപലായ പ്രചോദിത. അവരെന്നെ പ്രചോദിപ്പിക്കുന്നു. എനിക്കതുകൊണ്ട് എഴുതാതിരിക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെ എഴുതുന്നത്, ഞാൻ സൂര്യവംശത്തെ വർണ്ണിക്കാൻ പുറപ്പെടുന്നത് ചാപല്യമാണ് എന്ന് എനിക്കറിയാം. ലോകം എന്നെ ആക്ഷേപിക്കും. അതിന് തക്കമുള്ള ശേഷി കാളിദാസൻ എവിടെ ഇരിക്കുന്നു എന്ന് ലോകം കരുതും. ഇതാണ് അദ്ദേഹം പറയണേ, അദ്ദേഹത്തിന്റെ വിനയത്തിന്റെ പരാകാഷ്ഠ. നമുക്കറിയാം കാളിദാസന്റെ ആ വാണി അത് മധുരമാണ് എന്ന്. അതുകൊണ്ട് സരസ്വതിയുടെ അവതാരം എന്ന് നാം അദ്ദേഹത്തെ ആദരിക്കുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് ആ വംശമഹത്വം ഞാൻ എങ്ങനെ പാടും, എനിക്ക് അതിനുള്ള വാഗ്വിഭവങ്ങളില്ലല്ലോ. എങ്കിലും വാൽമീകിയെ പോലുള്ള ഋഷിവര്യന്മാര് ആ വംശത്തെ വർണ്ണിച്ചിട്ടുണ്ട്. അതാണ് അഥവാ കൃതവാഗ്ദ്വാരേ വംശേസ്മിൻ പൂർവസൂരിഭി. പണ്ടേ പരമാത്മാവിനെ അനുഭവിച്ചറിഞ്ഞതായ ഋഷിവര്യന്മാര് വാക്കുകൾ കൊണ്ട് ഈ വംശത്തെ വർണ്ണിച്ചിട്ടുണ്ട്. ആ വംശത്തെ നമ്മുടെ കൺമുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് വാൽമീകി. അവരുടെ ആ വാക്കുകൾ സൃഷ്ടിച്ചതായ ആ വഴിയിലൂടി ഞാനിങ്ങനെ നടക്കാം. അങ്ങനെ ഈ സൂര്യവംശത്തെ ഞാൻ വർണ്ണിക്കാം. എനിക്ക് വാക്കുകളില്ല അതിനു വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ പിന്നാലെ അവരുടെ അനുഗ്രഹത്താൽ അവരുടെ പാദത്തെ പിന്തുടർന്നുകൊണ്ട് ഞാൻ പരിശ്രമിക്കാം. കാരണം എനിക്കത് പരിശ്രമിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. തദ്ഗുണൈ കർണമാഗത്യ ചാപലായ പ്രചോദിത. ഇതാണ് ആ സൂര്യവംശത്തിന്റെ മഹത്വം. അന്ന് തൊട്ട് ഇന്നോളമുള്ള പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരും സംഗീതജ്ഞന്മാരും അതേപോലെ പാട്ടുകാരും ചിത്രകാരന്മാരും ശില്പകാരന്മാരും നാട്യകാരന്മാരും എല്ലാവരും ആ വംശത്തെയും ആ വംശത്തിൽ പിറന്ന ആ മഹാത്മാക്കളായിരിക്കുന്ന രാജർഷിമാരെയും ആ വംശത്തെ അലങ്കരിച്ച അവതാര പുരുഷനായ രാമനെയും നമ്മുടെ മുന്നില് സജീവമായിട്ട് ഹൃദയഹാരിയായിട്ട് അവതരിപ്പിച്ചു. എങ്ങനെ? വാൽമീകിയുടെ ആ വാക്കുകളെ പിന്തുടർന്നുകൊണ്ട്. ഇതാണ് വാൽമീകിയുടെ ഈ കാവ്യത്തിന്റെ പ്രത്യേകതകളിൽ ഒരു പ്രധാനപ്പെട്ടതായ അംശം. അതിലൂടെയാണ് നമുക്ക് വലുതായൊരു ലോകം തുറന്നു കിട്ടുന്നത്. നാം ഈ കാണുന്ന ലോകം എത്ര കണ്ട് സുന്ദരമാണ് എന്ന് വാൽമീകി രാമായണത്തിലൂടെ കടന്നു വരുമ്പോൾ മനസ്സിലാകും. ഈ ലോകത്തിൽ ധാർമ്മികമായിട്ട് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് വാൽമീകി രാമായണത്തിലൂടെ കടന്നു വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും. ലോകത്തെ ധർമ്മമയമാക്കി തീർക്കാനുള്ള ഏറ്റവും ശക്തമായ ഉപാധിയാണ് രാമായണം. ആ ജോലി അന്നു മുതല്, ആയിരത്താണ്ടുകൾ മുമ്പ് മുതല് ഇപ്പോഴും ആ കാവ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ധാർമ്മികനായ ഒരു മനുഷ്യനെ തനിക്ക് കണ്ടെത്തണം. അതായിരുന്നു ഇതിന്റെ രചയിതാവായ വാൽമീകിയുടെ ആഗ്രഹം. വാൽമീകി മഹർഷി വാൽമീകിയായി തീർന്നതായ കഥയെല്ലാം അധ്യാത്മരാമായണത്തിൽ നമ്മൾ കേൾക്കും. കഴിഞ്ഞ വർഷം അധ്യാത്മരാമായണം ചർച്ച ചെയ്യുമ്പോൾ നാം നേരിട്ട് അത് കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. അതിലെ അയോധ്യാകാന്ഡത്തിന്റെ അവസാനം ശ്രീരാമചന്ദ്ര മഹാപ്രഭു വാൽമീകിയുടെ ആശ്രമത്തിലെത്തുമ്പോൾ, ചിത്രകൂടത്തിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് അവിടെ എത്തുമ്പോഴേക്കും നാം വാൽമീകിയുടെ കഥയെല്ലാം കേൾക്കും. വാൽമീകിയാണ് ചിത്രകൂടത്തിൽ വസിക്കാൻ ശ്രീരാമനോട് പറയുന്നത്. അങ്ങനെ വാൽമീകിയുടെ പൂർവ്വകഥയൊക്കെ നമുക്കറിയാം. അതെല്ലാം വളരെ അർത്ഥവത്താണ്. നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും. അതൊക്കെ ഭാവനയല്ല, ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ശാസ്ത്രമാണ്. വാൽമീകി രാമായണത്തിലായാലും മഹാഭാരതത്തിലായാലും പുരാണങ്ങളിലായാലും നാം ആദ്യം കേൾക്കുന്നത് കഥയാണ്. പക്ഷേ അത് കഥയെന്ന് കരുതിയിട്ട് അതിനെ നാം നിസ്സാരമായി കരുതരുത്. ആ കഥയെ ശ്രദ്ധയോടുകൂടി പഠിക്കുമ്പോൾ അതിലെ ഓരോ കഥാപാത്രത്തിന്റെയും അതിലെ ഓരോ കഥാസന്ദർഭത്തിന്റെയും അതിൽ നടക്കുന്ന ഓരോ സംഭവത്തിന്റെയും അതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നതായ ഓരോ വാക്കിന്റെയും ഉള്ളിൽ വേദാന്തത്തിന്റെ, സംസ്കൃതിയുടെ, വേദമന്ത്രങ്ങളുടെ,
അത്യന്തം ഗഹനമായിരിക്കുന്ന സജീവ ശാസ്ത്രം നമുക്ക് കാണാൻ പറ്റും. ശാസ്ത്രത്തെ കാവ്യമാക്കിയതാണിത്, ശാസ്ത്രത്തെ കഥയാക്കിയതാണിത്. എന്തുകൊണ്ടത് സാധിച്ചു? ശാസ്ത്രത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് അതേ പ്രകാരത്തിൽ ജീവിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനെ പോലെ, ശ്രീകൃഷ്ണ മഹാപ്രഭുവിനെ പോലെ ഉള്ള ഋഷിവര്യന്മാർ, യോഗേശ്വരന്മാർ നമ്മുടെ ഈ ഭൂമിയിൽ ധാരാളം പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ആ ജീവിതം വേദമന്ത്രങ്ങളുടെ വ്യാഖ്യാനമായി മുന്നിൽ വരുന്നത്. അതുകൊണ്ടാണ് അത് നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വേദങ്ങളെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതേ പ്രകാരത്തിൽ ജീവിക്കാൻ പറ്റും. വേദത്തിന്റെ അർത്ഥം ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വാൽമീകിയും വ്യാസനും എല്ലാം നമുക്ക് തന്ന അനുഗ്രഹമാണിത്. ശാസ്ത്രത്തെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പാകത്തിനുള്ള കഥകളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് ഏത് പ്രകാരത്തിലാണ്? ഇതിനെ മനസ്സിലാക്കേണ്ടത് ഏത് പ്രകാരത്തിലാണ്? ഇന്ന് രാമായണത്തെയും മഹാഭാരതത്തെയൊക്കെ പല ആളുകളും പാശ്ചാത്യ ചിന്താപദ്ധതി ഉൾക്കൊണ്ടിട്ട് ആകെ വിപരീതമായി അവരവരുടെ മനസ്സിന്റെ ഘടനയ്ക്കനുസരിച്ചിട്ട് ഹീനമായും പലരും വളരെ മോശമായും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഈ കഥകളെല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നത് വേദത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. വ്യാസഭഗവാൻ തന്നെ അദ്ദേഹത്തിന്റെ മഹാഭാരതത്തിന്റെ തുടക്കത്തില് ഈ മഹാഭാരതവും അതേപോലെ തന്നെ രാമായണം എന്നുള്ള ഇതിഹാസവും, രാമായണം വ്യാസന് മുമ്പുള്ളതാണ്, വാൽമീകി എഴുതിയതാണ്. ആ രാമായണ ഇതിഹാസവും അതേപോലെ തന്നെ വ്യാസൻ തന്നെ രചിച്ചിരിക്കുന്നതായ മഹാപുരാണങ്ങളും അതേപോലെ പരാശരൻ എഴുതിയിരിക്കുന്നതായ ഉപപുരാണങ്ങളും എല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നതിന്റെ പരമമായ ലക്ഷ്യം പറഞ്ഞു വെക്കുന്നുണ്ട്. മഹാഭാരതത്തിന്റെ തുടക്കത്തിൽ ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേതെന്ന്. ഇതിഹാസ പുരാണങ്ങളാൽ വേദത്തെ, വേദമന്ത്രങ്ങളെ വിശദീകരിക്കണം, ആളുകൾക്ക് വ്യക്തമായി എളുപ്പത്തില് ഉത്സാഹത്തോടെ മനസ്സിലാക്കത്തക്കതാക്കി തീർക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഇതിഹാസ പുരാണങ്ങൾ. വ്യാസൻ ഈ കഥകൾ നമുക്ക് എഴുതി തരുമ്പോൾ, പരാശരൻ ഈ കഥകൾ നമുക്ക് എഴുതി തരുമ്പോൾ, വാൽമീകി മഹർഷി ഈ കഥകൾ എഴുതി തരുമ്പോൾ അതിന്റെ ലക്ഷ്യം ഇതാണ്, വേദാർത്ഥം വിശദീകരിക്കൽ, അല്ലാതെ വേറൊന്നുമല്ല. ധാരാളം ദുരാരോപണങ്ങൾ പാശ്ചാത്യ പണ്ഡിതന്മാര് അവരിവിടെ ഇന്ത്യയെ കോളനിയാക്കി ഭരിച്ച കാലത്ത് ഭാരതത്തെയും ഭാരതീയ സംസ്കൃതിയെയും എല്ലാം ഇടിച്ചു കാണിക്കാൻ വേണ്ടി ഭാരതത്തിന്റെ കരുത്തിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്നിട്ട് നഷ്ടപ്പെടുത്താൻ വേണ്ടി അവര് അനേകം ദുരാരോപണങ്ങൾ നടത്തി. ഈ പുസ്തകങ്ങളൊന്നും കാണുക പോലും ചെയ്യാതെ, കണ്ടിട്ടും കാര്യമില്ല, അവർ പഠിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. കാരണം ഈ സംസ്കൃതം അതേപോലെ ഭാരതീയ ഭാഷകൾ അവർക്ക് ഉൾക്കൊള്ളാനാവില്ല. അതിന് സാംസ്കാരികമായ അനേകം അർത്ഥമണ്ഡലങ്ങളുണ്ട്. ഇംഗ്ലീഷിലെ മദർ എന്ന് പറയുന്നതും നമ്മൾ മലയാളത്തിൽ അമ്മ എന്ന് പറയുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതാണ് വാക്കുകൾ സമാനമല്ല വിവിധ ഭാഷകളിൽ. ഭാരതത്തിലെ എല്ലാ ഭാഷകളിലുള്ള വാക്കുകൾ സമാനാർത്ഥകമാണ്. കാരണം ഒരൊറ്റ സംസ്കൃതിയിൽ ഉണ്ടായതാണിതെല്ലാം. എന്നാൽ അത് വെളിയിലുള്ള ഭാഷകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സാംസ്കാരികമായിരിക്കുന്നതായ അകലം കൊണ്ട് അവിടുത്തെ വാക്കുകളും ഇവിടുത്തെ വാക്കുകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതിന്റെ അർത്ഥമണ്ഡലങ്ങളിൽ, അതിന്റെ വൈകാരിക മണ്ഡലങ്ങളിൽ, അതിന്റെ ബൗദ്ധിക മണ്ഡലങ്ങളിൽ, അതിന്റെ അനുഭൂതി മണ്ഡലങ്ങളിൽ അന്തരമുണ്ട്. അത് മനസ്സിലാക്കാതെ നാം ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കവേ ഇതിന്റെ ട്രാൻസ്ലേഷൻ പഠിച്ചാലും അവർക്ക് മനസ്സിലാവില്ല. വിവർത്തനം ചെയ്താൽ അത് ഏത് വിവർത്തനമായാലും കവിത ചോർന്നു പോകും, കവിതയുടെ ആത്മാവ് ചോർന്നു പോകും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. പോരാത്തതിന് ഇന്ത്യയെ ഇകഴ്ത്തിക്കാട്ടണം, ഭാരതം ഒരിക്കലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കരുത്, ഇതാണ് അവരുടെ ആവശ്യം. അതിന് പണ്ഡിതന്മാരെ ശമ്പളം കൊടുത്ത് നിയമിച്ചിട്ട് അവരെ കൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ അവർ പറയിച്ചു, ദുരാരോപണങ്ങൾ അവരുണ്ടാക്കി. ആ ആരോപണങ്ങളെ പാശ്ചാത്യ ഭരണാധികാരികൾ അന്ന് അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെയും പുസ്തകങ്ങളിലൂടെയും കൂടെ പ്രചരിപ്പിച്ചു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇന്നും കുറെ ആളുകൾ
ആ പടിഞ്ഞാറിന്റെ മാർഗം തുടർന്നുകൊണ്ട് കണ്ണുമടച്ച് അതേ ദുരാരോപണങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടുമിരിക്കുന്നു. സത്യവിരുദ്ധമായ ദുരാരോപണങ്ങൾ. രാമായണാദി ഗ്രന്ഥങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് ഒരു നോട്ടത്തിൽ തന്നെ മനസ്സിലാകും ഈ ആരോപണങ്ങളെല്ലാം സത്യവിരുദ്ധമാണ് എന്ന്. അതിലേക്ക് നമുക്ക് ക്രമേണ ഓരോരോ സന്ദർഭങ്ങളിലായിട്ട് കടന്നു വരാം. അങ്ങനെ ധർമ്മത്തെ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ് ഈ ഗ്രന്ഥം. ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത്, ഇതിനെ കാണേണ്ടത്, ഇതിനെ പഠിക്കേണ്ടത് വേദമന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേത്. എഴുത്തുകാരൻ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ നിലയിലാണ് ഈ കഥകൾ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു കഥയെ, അത് ഏത് കഥ തന്നെ ആയിക്കൊള്ളട്ടെ, അതിനെ ഇഷ്ടം പോലെ ഓരോരുത്തരുടെയും മനസ്സിന്റെ സങ്കല്പം അനുസരിച്ചിട്ട് പല പ്രകാരത്തിൽ വ്യാഖ്യാനിക്കാം. നമ്മുടെ നാട്ടില് എല്ലാവരുടെയും കൺമുന്നിൽ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായാൽ അതിനെ 100 പേര് വർണ്ണിക്കുന്നത് 200 രീതിയിലായിരിക്കും. നമുക്കറിയാലോ എന്തൊക്കെ വാദപ്രതിവാദങ്ങളാണ് ദിവസവും ഓരോരോ സംഭവങ്ങളെ കുറിച്ച് നമ്മുടെ ചാനലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. തികച്ചും വിരുദ്ധമായ വാദപ്രതിവാദങ്ങൾ. എന്താ, ഓരോരുത്തരും കാണുന്നത് അവരവരുടെ താല്പര്യം അനുസരിച്ചിട്ടാണ്. സംഭവം ഒന്നാണ്, പക്ഷെ ഓരോരുത്തരും കാണുന്നത് ഓരോ പ്രകാരത്തിലാണ്. അഥവാ ഏതാണ്ട് സാദൃശ്യങ്ങൾ പല കാഴ്ചകളിലും ഉണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സ് അതിനെ വേറൊരു പ്രകാരത്തിൽ വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതൊന്നും ഈ ഇതിഹാസ പുരാണ വ്യാഖ്യാനങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഗതമേ അല്ല, അർത്ഥവത്തേയല്ല. ഇതിഹാസ പുരാണങ്ങൾ എഴുതപ്പെട്ടതിനൊരു വളരെ പ്രത്യേകമായ വ്യക്തമായ ലക്ഷ്യമുണ്ട്: വേദാർത്ഥത്തെ വിശദീകരിക്കാൻ. വേദമന്ത്രങ്ങൾക്കനുസരിച്ച് ഇതിനെ പഠിക്കണം, മനസ്സിലാക്കണം, വിശദീകരിക്കണം. ആ വേദങ്ങളുടെ എല്ലാം കാച്ചിക്കുറുക്കിയ സത്തയാണ് ഉപനിഷത്ത്. അതിനനുസരിച്ച് ഇത് വ്യാഖ്യാനിക്കണം. ഈശാവാസ്യം എന്നുള്ള ഒരു ഉപനിഷത്തെങ്കിലും, 18 മന്ത്രങ്ങളുള്ള ചെറിയൊരു ഉപനിഷത്താണത്. ആ ഒരു ഉപനിഷത്തെങ്കിലും പഠിച്ചാൽ മാത്രമേ രാമായണത്തെയും മഹാഭാരതത്തെയും അതേപോലെ പുരാണങ്ങളെയും എല്ലാം വ്യാസനും വാൽമീകിയുമെല്ലാം സങ്കല്പിച്ച, ശില്പം ചെയ്തെടുത്ത സമ്പ്രദായത്തിൽ ഉൾക്കൊള്ളാനാവൂ. അതിന്റെ സന്ദേശവും കൃത്യമായും മനസ്സിലാവുകയും